ഫേസ് സ്വാപ്പ് എന്നൊരു ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിക്ചേഴ്സിലും വീഡിയോസിലും ഒരാളുടെ മുഖത്തേക്ക് മറ്റൊരാളുടെ മുഖം ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതങ്ങളുടെ സഹായത്തോടു കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് ഫേസ് സ്വാപ്പ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ടെക്നോളജിയും പോലെ ഫേസ് സ്വാപ്പിനും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് യൂസ് കേസ് എടുത്തു കഴിഞ്ഞാൽ 2010 റിലീസായ ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന സിനിമ ഡേവിഡ് ഫിഞ്ചർ ഡയറക്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ ഇൻസെപ്ഷനെ കുറിച്ച് സംസാരിക്കുന്ന ആ സിനിമയിൽ വിങ്കിൾവോസ് ട്വിൻസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരൊറ്റ ആക്ടറാണ്. ക്യാമറോൺ വിങ്കിൾവോസിനെയും ടൈലർ വിങ്കിൾവോസിനെയും ആമി ഹാമ എന്ന ഒരൊറ്റ ആക്ടറാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്നത് വളരെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഫേസ് സ്വാപ്പ് എന്ന ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെയും ഒരുപാട് സിനിമകൾ, ട്രോൺ ലെഗസി, ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ, ബ്ലേഡ് റണ്ണർ 2049 ഈ സിനിമകളിലൊക്കെ ഫേസ് സ്വാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവയെല്ലാം തന്നെ ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ടാണ് ഈ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇത്തരം പെയ്ഡ് സർവീസുകൾക്ക് പകരം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഫേസ് സ്വാപ്പ് എങ്ങനെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫേസ് സ്വാപ്പ് എന്നൊരു ടെക്നിക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. ആ ടെക്നിക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കുഴപ്പത്തിൽ ചാടാതിരിക്കുക. ഒന്നുകൂടെ പറയുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കാതിരിക്കുക. ഫേസ് സ്വാപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫേസ് സ്വാപ്പിന് വേണ്ടിയുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ അഥവാ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്കിലാവും നിങ്ങളെത്തുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഒരു വെബ് ബ്രൗസറിൽ വന്നിട്ട് പൈത്തൺ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ കൊളാബ്. ഇനി ഈ കാണുന്ന ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്ക് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് കോപ്പി ടു ഡ്രൈവ് നോക്കുക. ഈ നോട്ട്ബുക്കിൻ്റെ ഒരു കോപ്പി നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ നോട്ട്ബുക്കിലെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. കണക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ കാണുന്ന 3 കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക. ആദ്യത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണ്ട് 2 മിനിറ്റിനടുത്ത് സമയം വേണ്ടി വരുന്നൊരു പ്രോസസ്സാണിത്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ബട്ടണിന് പകരം ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ പ്ലേ ബട്ടൺ വന്നാൽ കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. മൂന്നാമത്തേത്, മൂന്നാമത്തെ കോഡും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. അടുത്തത് ഫേസ് സ്വാപ്പ് ചെയ്യേണ്ടുന്ന വീഡിയോയും അതിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടുന്ന പിക്ചറും അപ്ലോഡ് ചെയ്യണം. ഈ കാണുന്ന വീഡിയോയിലാണ് ഞാൻ ഫേസ് സ്വാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോം ക്രൂസിൻ്റെ ഈ പിക്ചറാവും ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ കണ്ട ഫയൽസ് ഗൂഗിൾ കൊളാബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഫയൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ്, വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ, വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടു. അടുത്തത് സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടുന്ന പിക്ചർ അപ്ലോഡ് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ, പിക്ചർ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി ഈ കാണുന്ന കോഡിൽ ഫേസ് സ്വാപ്പ് ചെയ്യേണ്ടുന്ന വീഡിയോയുടെയും സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടുന്ന പിക്ചറിൻ്റെയും ഫയൽ പാത്ത് ഉപയോഗിക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ ഫയൽ നെയിംസിൽ നമ്പേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. സോ ഈ ഫയൽ റീനെയിം ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. റീനെയിം ഫയൽ, നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഫയൽ പാത്ത് കോപ്പി ചെയ്യാനായിട്ട് വീണ്ടും ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി പാത്ത്, നമ്മൾ കോപ്പി ചെയ്ത ഫയൽ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl+V. വീണ്ടും പിക്ചറിൻ്റെ ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന പേരിലാകും പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇനി പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
നോക്കുക, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. നമുക്ക് വേണ്ടുന്ന ഫയൽ തയ്യാറായി. ഇനി ഫയൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ്. ഈ ഫയൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവയെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസിറ്റി, ഡീപ് റിയൽ, അൺമാസ്ക്, മൈക്രോസോഫ്റ്റ് വീഡിയോ ഓതൻറ്റിക്കേറ്റഡ് ടൂൾ എന്നിവയൊക്കെ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പിക്ചേഴ്സിൽ നമുക്ക് ഫേസ് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. അതുകൂടെ നോക്കാം. ഈ ഔട്ട്പുട്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി ഫേസ് സ്വാപ്പ് ചെയ്യേണ്ടുന്ന പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാം. ഇനി പിക്ചേഴ്സിൻ്റെ ഫയൽ പാത്ത് ഇവിടെ ഉപയോഗിക്കുക. അടുത്തത് സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടുന്ന പിക്ചറിൻ്റെ ഫയൽ പാത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് ഒരു പിക്ചറാണ്. സോ MP4 പകരം JPEG ഫയൽ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുക. വീണ്ടും കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നോക്കുക, കോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ പിക്ചർ വന്നാൽ കാണാം. ഡൗൺലോഡ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കാതിരിക്കുക. പുതിയൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.